പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ, കർത്താവേ, വേഗം വരണമേ. ആമേൻ. പ്രിയ ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19 മുതൽ 21 വരെയുള്ള അധ്യായ ഭാഗമാണ് നാം ഇപ്പോൾ വിചിന്തനം ചെയ്യുക. ഇതിലെ പ്രധാന പ്രമേയം 3-ാം മിഷനറി യാത്രയും ജെറുസലേമിലേക്കുള്ള മടക്കവുമാണ്. എഫെസോസിലെ ശുശ്രൂഷയും പൗലോസ്ലീഹായുടെ വിടവാങ്ങൽ പ്രസംഗങ്ങളും ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുവിനെ പ്രതി മരിക്കാൻ പോലും തയ്യാറായി പൗലോസ് ജെറുസലേമിലേക്ക് പോകുന്ന ആത്മസമർപ്പണം ഇവിടെ പ്രകടമാണ്. അധ്യായം 19. എഫെസോസിലെ പൗലോസ്ലീഹായുടെ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനവുമാണ് 19-ാം അധ്യായത്തിൽ നാം ദർശിക്കുക. സ്നാപയോഹന്നാന്റെ സ്നാനം മാത്രം സ്വീകരിച്ചിരുന്നവർക്ക് പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ഭാഷാവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അന്ധവിശ്വാസങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ജനങ്ങൾ മോചിതരാകുകയും തങ്ങളുടെ പാപവഴികൾ പരസ്യമായി ഉപേക്ഷിക്കുകയും ചെയ്തത് വലിയൊരു ആത്മീയ വിപ്ലവമായിരുന്നു. പൗലോസ് ഉപയോഗിച്ചിരുന്ന തുവാലകൾ ആ വഴി പോലും അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നത് ദൈവകൃപയുടെ ആധിക്യം വെളിപ്പെടുത്തുന്നു. എന്നാൽ സുവിശേഷം വ്യാപിച്ചപ്പോൾ തങ്ങളുടെ ഭൗതിക ലാഭം തടസ്സപ്പെടുമെന്ന് ഭയന്നവർ സഭയ്ക്കെതിരെ വലിയ ലഹളയുണ്ടാക്കാൻ തുടങ്ങി. ലൗകികമായ നേട്ടങ്ങളെക്കാൾ ദൈവവചനത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഈ അധ്യായം നമ്മെ ഗൗരവമായി പഠിപ്പിക്കുന്നു. സത്യദൈവത്തെ തിരിച്ചറിയുമ്പോൾ വിഗ്രഹങ്ങളെയും പഴയ പാപ സാഹചര്യങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള ധൈര്യം നമുക്ക് തീർച്ചയായും ലഭിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശക്തിക്ക് മുന്നിൽ തിന്മയുടെ ഒരു തന്ത്രങ്ങൾക്കും നിലനിൽപ്പില്ലെന്ന് ഈ 19-ാം അധ്യായ ഭാഗം നമ്മെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുന്നു. അധ്യായം 20. പൗലോസ്ലീഹായുടെ മിഷനറി യാത്രകളുടെ തുടർച്ചയും എഫെസോസിലെ സഭാപിതാക്കന്മാർക്ക് നൽകുന്ന ഹൃദയസ്പർശിയായ വിടവാങ്ങൽ പ്രസംഗവുമാണ് 20-ാം അധ്യായത്തിന്റെ കാതൽ. യാത്രക്കിടയിൽ ത്രോവാസിൽ വെച്ച് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി വീണ് മരിച്ച യുത്തിക്കൂസിനെ അദ്ദേഹം അത്ഭുതകരമായി ഉയർപ്പിക്കുന്നു. കർത്താവിന്റെ സഭയെ സംരക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നിയമിച്ച ഇടയന്മാരോട് ജാഗ്രത പാലിക്കാൻ അദ്ദേഹം നൽകുന്ന ആഹ്വാനം ഇന്നും പ്രസക്തമാണ്. കണ്ണുനീരോടും കഷ്ടപ്പാടോടും കൂടി താൻ ചെയ്ത ശുശ്രൂഷകളെ അദ്ദേഹം അനുസ്മരിക്കുന്നത് ഒരു യഥാർത്ഥ ശിഷ്യന്റെ ഉത്തമ മാതൃകയാണ്. വാങ്ങുന്നതിനേക്കാൾ നൽകുന്നതാണ് ഭാഗ്യം എന്ന കർത്താവിന്റെ വചനം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ പ്രായോഗികമായി നമുക്ക് കാണിച്ചു തന്നു. ഇനി താൻ മടങ്ങി വരില്ലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വിശ്വാസികളെ വലിയ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. വരാനിരിക്കുന്ന പീഡനങ്ങളെ ഭയപ്പെടാതെ തന്റെ ഓട്ടം പൂർത്തിയാക്കാൻ പൗലോസ് കാണിച്ച ദൃഢനിശ്ചയം നമുക്കും വലിയ പ്രചോദനമേകട്ടെ. സഭയിലെ ഓരോ വിശ്വാസിയും പരസ്പരം കരുതിയും സ്നേഹിച്ചും വളരണമെന്ന് ഈ 20-ാം അധ്യായ ഭാഗം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവകൃപയുടെ വചനത്തിന് അദ്ദേഹം സഭയെ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ തന്റെ യാത്ര തുടരുന്നത് നാം കാണുന്നു. അധ്യായം 21. പൗലോസ്ലീഹ ജെറുസലേമിലേക്ക് നടത്തുന്ന യാത്രയും അവിടെ വെച്ച് അദ്ദേഹം നേരിടുന്ന തടവുമാണ് 21-ാം അധ്യായം വിവരിക്കുന്നത്. പൗലോസ് ജെറുസലേമിൽ വെച്ച് ബന്ധിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അറിയിക്കുന്നുണ്ടെങ്കിലും കർത്താവിനായി മരിക്കാൻ പോലും താൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസികൾ അദ്ദേഹത്തെ യാത്രയാക്കുന്നത് ക്രൈസ്തവ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്, മനോഹരമായ ഒരു അടയാളമാണ്. ജെറുസലേമിലെത്തിയ പൗലോസ് സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും
സമാധാനത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിനയത്തെ കാട്ടിത്തരുന്നു. എന്നാൽ വിദ്വേഷം നിറഞ്ഞ ജനക്കൂട്ടം അദ്ദേഹത്തിനെതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു. റോമൻ പടയാളികൾ ഇടപെട്ട് അദ്ദേഹത്തെ രക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അവിടെ വച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. തടസ്സങ്ങൾക്കിടയിലും തൻ്റെ ജീവിത സാക്ഷ്യം വിളിച്ചു പറയാൻ അദ്ദേഹം ലഭിച്ച ഓരോ അവസരവും കൃത്യമായി ഉപയോഗിക്കുന്നു. പീഡനങ്ങളും ചങ്ങലകളും സുവിശേഷത്തിൻ്റെ തടസ്സമല്ല, മറിച്ച് ദൈവ മഹത്വത്തിനുള്ള വലിയ വാതിലുകളാണെന്ന് ഈ 21 അധ്യായ ഭാഗം വ്യക്തമാക്കുന്നു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ലോകം നമ്മെ എതിർത്തെന്ന് വരാം, തീർച്ചയായും എതിർക്കും. എങ്കിലും ദൈവം കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഈ അധ്യായ ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിന് അർഹരാക്കുക എന്നതായിരുന്നു. പൗലോസ്ലീഹായുടെ ഈ കഷ്ടപ്പാടുകളും യാത്രകളും ആ രക്ഷാകര ദൗത്യം നമ്മളിലേക്ക് എത്തിക്കാനായിരുന്നു. നിങ്ങളും ഞാനും ഇതേ തിരുസഭയുടെ ഭാഗമാണെന്നും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണെന്നും മറക്കരുത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിൻ്റെ സന്തോഷങ്ങളിലല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള നിത്യജീവന്റെ പ്രത്യാശയിലാണ് നാം ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. ആത്മീയ ജാഗ്രതയോടെയും വിശുദ്ധിയോടെയും ജീവിക്കാൻ ഈ തിരുവചനങ്ങൾ നമ്മെ ശക്തരാക്കട്ടെ. പാപത്തിന്റെ വഴികളിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങാൻ കർത്താവ് നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും ദിവ്യ കാരുണ്യ സ്വീകരണത്തിലൂടെ ഈശോയുമായി ഗാഢമായ ഐക്യത്തിൽ വളരാനും നമുക്ക് പരിശ്രമിക്കാം. ലൗകിക മോഹങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധമായ ഒരു ജീവിതശൈലി സ്വീകരിച്ച് കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി നമുക്ക് മുന്നേറാം. ഈ വചനചിന്തകൾ ശ്രവിച്ചതിനു ശേഷം ഇതിന് ആസ്പദമായ ബൈബിൾ അധ്യായങ്ങൾ വ്യക്തിപരമായി വായിക്കുന്നത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറെ സഹായകമാകും. ദൈവത്തിൻ്റെ വലിയ കൃപയും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.